നമസ്കാരം. ക്യൂ മലയാള UK ന്യൂസിലേക്ക് സ്വാഗതം. ട്യൂഷൻ ഫീ വർദ്ധിപ്പിച്ചാലും യൂണിവേഴ്സിറ്റികൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാകുമെന്ന് റിപ്പോർട്ടുകൾ. ഇംഗ്ലണ്ടിലെ ബിരുദാനന്തര കോഴ്സുകളിലേക്കുള്ള ട്യൂഷൻ ഫീ വർദ്ധിപ്പിച്ചാലും സാമ്പത്തിക പ്രതിസന്ധി 3/4 യൂണിവേഴ്സിറ്റികളെ ബാധിക്കുമെന്നാണ് ഓഫീസ് ഫോർ സ്റ്റുഡൻസ് പ്രവചിക്കുന്നത്. സാമ്പത്തിക സുസ്ഥിരതയ്ക്കായി പല കോഴ്സുകളും നിർത്തലാക്കുകയും യൂണിവേഴ്സിറ്റികൾ തമ്മിൽ ലയനം നടത്തേണ്ടി വരുന്ന സാഹചര്യങ്ങളും ഉടലെടുക്കാമെന്ന് റെഗുലേറ്റർ ചെയർമാൻ സർ ഡേവിഡ് ബെഹാൻ പറഞ്ഞു. പ്രതിസന്ധി നേരിടാൻ യൂണിവേഴ്സിറ്റികൾക്ക് ദീർഘകാല ധനസഹായവും പരിഷ്കരണങ്ങളും സർക്കാർ പരിഗണിക്കുന്നുണ്ട്. ഇംഗ്ലണ്ടിന്റെ ട്യൂഷൻ ഫീ നിലവിലെ വിദ്യാർത്ഥികൾക്കും പുതുതായി വരുന്നവർക്കും പ്രതിവർഷം £285 മുതൽ £9,535 വരെ ഉയർത്താനായി സർക്കാർ തീരുമാനിച്ചിരുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം പല യൂണിവേഴ്സിറ്റികൾക്കും ശമ്പളം കൊടുക്കാൻ തന്നെ ബുദ്ധിമുട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇന്റർനാഷണൽ സ്റ്റുഡൻസിന്റെ എണ്ണത്തിലെ കുറവാണ് യൂണിവേഴ്സിറ്റികൾ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിക്ക് ഒരു കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്ത്യയിൽ നിന്നുള്ള അപേക്ഷകളിൽ 20% കുറവാണ് ഉണ്ടായിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ജനുവരി മുതൽ ഇന്റർനാഷണൽ സ്റ്റുഡൻസിന്റെ കുടുംബാംഗങ്ങളെ UK താമസിക്കാൻ കൊണ്ടുവരുന്നതിന് കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന് മുന്നോടിയായി ഋഷി സുനക് സർക്കാരാണ് ഈ നിയമം കൊണ്ടുവന്നത്. കുടുംബാംഗങ്ങളെ കൊണ്ടുവരുന്നതിനുള്ള നിയന്ത്രണമാണ് ഇന്റർനാഷണൽ സ്റ്റുഡൻസിന്റെ എണ്ണം ക്രമാതീതമായി കുറയുന്നതിന്റെ പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ചരിത്രപ്രസിദ്ധമായ ക്രിസ്മസ് മാർക്കറ്റ് 200 വർഷങ്ങൾക്ക് ശേഷം കാൻറ്റർബറി കത്തീഡ്രലിലേക്ക് മടങ്ങുന്നു. കാൻറ്റർബറി കത്തീഡ്രൽ 200 വർഷത്തിന് ശേഷം ആദ്യമായി ചരിത്രപരമായ ഒരു ക്രിസ്മസ് മാർക്കറ്റിന് ആതിഥേയത്വം വഹിക്കുന്നു. 1813 മുതൽ കത്തീഡ്രൽ ഗ്രൗണ്ടിൽ ക്രിസ്മസ് മാർക്കറ്റ് നടന്നിട്ടില്ല. നഗരത്തിലെ ക്രിസ്മസ് ആഘോഷങ്ങളുടെ വിപുലീകരണമായി ജർമ്മൻ ശൈലിയിലുള്ള തടിക്കുടിലുകൾ ഉള്ള പരമ്പരാഗത മാർക്കറ്റ് വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് തുറന്നു. മാർക്കറ്റ് വെള്ളിയാഴ്ച രാവിലെ 10 മണി മുതൽ ഡിസംബർ 24 വൈകുന്നേരം 4 മണി വരെയാണ്. ക്രിസ്മസ് മാർക്കറ്റിൽ പങ്കെടുക്കാൻ ടിക്കറ്റ് ആവശ്യമില്ല. കാൻറ്റർബറി തെക്ക് കിഴക്കൻ മേഖലയിലെ ഏറ്റവും വലിയ ക്രിസ്മസ് മാർക്കറ്റുകളിൽ ഒന്നാണ്. ബ്ലാക്ക് ബിൻ ശേഖരിക്കുന്നത് മാസത്തിലൊരിക്കലായി വെട്ടിക്കുറയ്ക്കാനുള്ള കൗൺസിലിന്റെ പദ്ധതിക്കെതിരെ ബ്രിസ്റ്റോൾ നിവാസികൾ. ബ്രിസ്റ്റോൾ സിറ്റി കൗൺസിൽ ചെലവ് കുറയ്ക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ പദ്ധതി തയ്യാറാക്കുന്നത്. എന്നാൽ ആഴ്ചയുടെ തുടക്കത്തിൽ ഈ നിർദ്ദേശം ചോർന്നു. ഈ നിർദ്ദേശം മുന്നോട്ട് പോയാൽ തെരുവുകളിൽ മാലിന്യം നിറയുമെന്ന് 45-കാരിയായ കെല്ലി ഹാസ്കിൻസ് പറയുന്നു. ബ്രിസ്റ്റോളിൽ റീസൈക്കിൾ ചെയ്ത ചപ്പുചവറുകളും ഭക്ഷണാവശിഷ്ടങ്ങളും എല്ലാ ആഴ്ചയും ശേഖരിക്കുന്നു. നിലവിൽ 2 ആഴ്ച കൂടുമ്പോഴാണ് ബ്ലാക്ക് ബിന്നുകൾ ശേഖരിക്കുന്നത്. നവംബർ 18 ആരംഭിക്കുന്ന കൺസൾട്ടേഷന്റെ ഭാഗമായി ആളുകളുടെ അഭിപ്രായങ്ങൾ ചോദിക്കും. റേച്ചൽ റീവ്സിന്റെ ബജറ്റ് ബ്രിട്ടന് 1 ലക്ഷം തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുത്തുമെന്ന് റിപ്പോർട്ട്. ലേബറിന്റെ ഏറ്റവും പുതിയ ബജറ്റിന്റെ ഭാഗമായി പ്രഖ്യാപിച്ച നാഷണൽ ഇൻഷുറൻസ് സംഭാവനകളിൽ റേച്ചൽ റീവ്സ് നിർദ്ദേശിച്ച മാറ്റങ്ങൾ സാമ്പത്തിക വിദഗ്ധരിലും ബിസിനസ്സുകളിലും കാര്യമായ ആശങ്കകൾ സൃഷ്ടിച്ചു. ഡ്യൂഷെ ബാങ്കിന്റെ ഒരു വിശകലനം അനുസരിച്ച് ഉയർന്ന ചിലവ് ഏറ്റെടുക്കാൻ കമ്പനികൾ പാടുപെടുമ്പോൾ ഈ നടപടികൾ 1 ലക്ഷം തൊഴിൽ നഷ്ടത്തിന് കാരണമാകും. ഓഫീസ് ഫോർ ബജറ്റ് റെസ്പോൺസിബിലിറ്റി പ്രവചിച്ച 50,000 തൊഴിലവസരങ്ങൾ ബജറ്റിനോടൊപ്പം പ്രസിദ്ധീകരിച്ച പ്രവചനങ്ങളിൽ ഇരട്ടിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ബാങ്കിലെ സാമ്പത്തിക വിദഗ്ധനായ സഞ്ജയ് രാജ പറഞ്ഞു. തൊഴിൽ നഷ്ടം, കുറഞ്ഞ ശമ്പള വളർച്ച, ഉയർന്ന ഉപഭോക്തൃ വിലകൾ തുടങ്ങിയവയാണ് നാഷണൽ ഇൻഷുറൻസ് വർധനവ് മൂലം പ്രതീക്ഷിക്കുന്ന പ്രത്യാഘാതങ്ങൾ. കഴിഞ്ഞ മാസം നടന്ന ദീപാവലി ആഘോഷ പരിപാടിയിൽ മീറ്റും ആൽക്കഹോളും വിളമ്പിയതിന് 10ാം നമ്പർ മാപ്പ് പറഞ്ഞു. പ്രധാനമന്ത്രി സർ കെയർ സ്റ്റാർമറിന് അയച്ച കത്തിൽ കൺസർവേറ്റീവ് MP ശിവാനി രാജ ഇത് ഹിന്ദുക്കളുടെ ആചാരങ്ങൾക്ക് യോജിച്ചതല്ല എന്ന് പറഞ്ഞു. 2009 അന്നത്തെ പ്രധാനമന്ത്രി ഗോൾഡൻ ബ്രൗണിന്റെ കീഴിലാണ് ഡൗണിംഗ് സ്ട്രീറ്റ് ആദ്യമായി ദീപാവലി പരിപാടികൾ സംഘടിപ്പിക്കാൻ തുടങ്ങിയത്. 2022 UKയുടെ ആദ്യ ഹിന്ദു പ്രധാനമന്ത്രിയായ ഋഷി സുനക് ഉൾപ്പെടെയുള്ള പ്രധാനമന്ത്രിമാരുടെ കീഴിലും ഈ പാരമ്പര്യം തുടർന്നു. സിഖുകാരും ജൈനരും ഹിന്ദുക്കളും ആഘോഷിക്കുന്ന 5 ദിവസത്തെ ഉത്സവം പുതിയ തുടക്കങ്ങളെ പ്രതീകപ്പെടുത്തുന്നു. ഇരുട്ടിന്റെ മേൽ വെളിച്ചത്തിന്റെ വിജയവും തിന്മയുടെ മേന്മയും അജ്ഞതയ്ക്കെതിരായ അറിവുമാണ് ദീപാവലി. ബ്രിട്ടീഷ്, ഹിന്ദു, സിഖ്, ജൈന സമുദായങ്ങൾ രാജ്യത്തിന് നൽകുന്ന സംഭാവനകൾക്കും കഠിനാധ്വാനം എന്നിവയുടെ മൂല്യങ്ങളെ സർ കെയർ സ്റ്റാർമർ ആദരിച്ചു. റേച്ചൽ റീവ്സ് സ്ഥാനമേറ്റതിനു ശേഷം UKയുടെ സമ്പദ് വ്യവസ്ഥ 0.1% ചുരുങ്ങി. വെള്ളിയാഴ്ച പുറത്തുവന്ന കണക്കുകൾ പ്രകാരമാണ് സമ്പദ് വ്യവസ്ഥയിൽ സെപ്റ്റംബർ മാസത്തിൽ ഇടിവ് നേരിട്ടതായി കണ്ടത്. ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഈ കണക്കുകൾ തയ്യാറാക്കിയത്. എന്നാൽ UKയുടെ GDP വളരെ ചെറിയ തോതിൽ മെച്ചപ്പെട്ടതായി കണക്കുകളിൽ കാണുന്നു. ജൂലൈ 4 ഭരണത്തിലെത്തിയ ലേബർ ഗവൺമെന്റിന്റെ ആദ്യത്തെ 3 മാസത്തെ പ്രവർത്തനങ്ങളുടെ വിലയിരുത്തൽ കൂടിയാണ് ഇത്. എന്നാൽ റേച്ചൽ റീവ്സ് തന്റെ പ്രസ്താവനയിൽ പറയുന്നത് താൻ സ്ഥാനമേൽക്കുമ്പോൾ UKയുടെ സമ്പദ് വ്യവസ്ഥ അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നുവെന്നാണ്. അതുകൊണ്ട് തന്നെ പല ബുദ്ധിമുട്ടുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുമാണ്. ലേബർ ഗവൺമെന്റിന്റെ ആദ്യ 3 മാസത്തെ വളർച്ചാ നിരക്ക് 0.1% ആണെങ്കിൽ ഇതിനു മുൻപുണ്ടായിരുന്ന കൺസർവേറ്റീവ് ഗവൺമെന്റിന്റെ അവസാന 3 മാസത്തെ വളർച്ചാ നിരക്ക് 0.5% ആയിരുന്നു എന്നതും റേച്ചൽ റീവ്സിനെ പ്രതിരോധത്തിലാക്കുന്നു.
UK-യിൽ ബിസിനസ് ലീഡർമാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് മെഡിസിൻ ഹൗസിൽ ചാൻസലർ നടത്തിയ പ്രസംഗത്തിൽ ലേബർ ഗവൺമെന്റ് ഫിനാൻഷ്യൽ റെഡ് ടൈപ്പ് ഇല്ലാതാക്കുമെന്നും UK-യിലെ വലിയ ഇൻവെസ്റ്റർമാർക്ക് ഫണ്ട് കണ്ടെത്തുവാൻ വേണ്ടി മെഗാ പെൻഷൻ ഫണ്ട് ആരംഭിക്കുമെന്നും പറഞ്ഞു. അടുത്ത ആഴ്ചയോടെ UK-യിൽ മഞ്ഞുവീഴ്ച ശക്തമാകും. അടുത്തയാഴ്ച തണുത്ത കാറ്റ് എത്തിച്ചേരുന്നതോടെ UK-യുടെ ചില ഭാഗങ്ങളിൽ മഞ്ഞുവീഴ്ചയ്ക്ക് കാരണമാകും. തിങ്കളാഴ്ച മുതൽ തന്നെ കാറ്റ് നിറഞ്ഞ സാഹചര്യമാകും. ബുധനാഴ്ചയോടെ ശൈത്യകാല മഴ എത്തുകയും എല്ലാ ഭാഗങ്ങളും തണുപ്പിലാകുകയും ചെയ്യുമെന്ന് മെറ്റ് ഓഫീസ് വ്യക്തമാക്കി. UK-യിൽ അസാധാരണ വേഗത്തിൽ കാലാവസ്ഥാ വ്യതിയാനമുണ്ടാകും. ഈ ഘട്ടത്തിൽ UK-യിലെ ഏത് ഭാഗത്തു വേണമെങ്കിലും മഞ്ഞും ഐസും രാത്രിയോടെ തണുത്തുറയാനുള്ള സാഹചര്യമാണ്. നവംബറിലെ ഇതുവരെയുള്ള ദിവസങ്ങളിൽ UK-യിലെ താപനില ശരാശരിക്ക് മുകളിലാണ്. ഒരു നല്ല വീക്കെൻഡ് ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് പ്രോത്സാഹിപ്പിക്കണം.